പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്തയിലേക്ക്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ എന്ന പദവിയിൽ ശ്രീകോവിലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അനുമതിയുണ്ട്. ക്ഷണിക്കപ്പെട്ട 7000 പേർക്കായിരുന്നു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. എങ്ങും രാമമന്ത്രം. പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രി പ്രവേശിച്ചു. മുഖ്യ യജമാനായി നരേന്ദ്രമോദിയെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് സ്വീകരിച്ചു. ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത്. മണിക്ക് തുടങ്ങിയ വൈദിക ചടങ്ങുകൾ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ദേവചൈതന്യം രാംലല്ലയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നിർണായക നിമിഷത്തിലെത്തി. 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡായിരുന്നു അഭിജിത്ത് മുഹൂർത്തം. മുഖ്യ യജമാനന്റെ അനുജ്ഞ വാങ്ങി വേദമന്ത്രോച്ചാരണങ്ങൾക്കിടെ രാംലല്ലയെ ചൈതന്യവത്താക്കി. ക്ഷേത്രത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി. പ്രധാനമന്ത്രിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത്, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരും ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. തുടർന്ന് മഹാ ആരതിയും നടന്നു. നേരത്തെ 50 കലാകാരന്മാരുടെ മംഗളവാദ്യമേളത്തോടെയാണ് 2 മണിക്കൂർ നീണ്ട ചടങ്ങുകൾ തുടങ്ങിയത്. പിന്നീട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ രാംലല്ല മിഴി തുറന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനട ഭക്തർക്കായി തുറന്നുകൊടുത്തു. പ്രധാനമന്ത്രി മുഖ്യ യജമാനായി എന്ന പ്രത്യേകതയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുണ്ട്. അയോധ്യയിലെ റാംപഥിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. രാമക്ഷേത്രം നിർമ്മിക്കാൻ കാലതാമസമുണ്ടായതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രം ഉണ്ടായാൽ തെരുവുകൾ കത്തുമെന്ന് പറഞ്ഞവൾക്കുള്ള മറുപടിയാണ് പ്രാണപ്രതിഷ്ഠാ ദിവസമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ യുഗത്തിന്റെ പിറവിക്ക് തുടക്കമാണെന്നും ചടങ്ങിന് ശേഷം അതിഥികളെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. जब कुछ लोग कहते थे कि राम मंदिर बना तो आग लग जाएगी, ऐसे लोग भारत के सामाजिक भाव की पवित्रता को नहीं जान पाए. हम देख रहे हैं ये निर्माण किसी आग को नहीं बल्कि ऊर्जा को जन्म दे रहा है. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന്റെയും തപസ്സിന്റെയും യത്നങ്ങളുടെയും ഫലമാണ് രാമക്ഷേത്രം. രാമക്ഷേത്ര പുനഃസ്ഥാപനം കാലങ്ങളോളം വൈകിയെങ്കിലും രാമൻ എല്ലാവരോടും പൊറുക്കും. രാമൻ സംഘർഷമല്ല സമാധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. राम आग नहीं है, राम ऊर्जा है. राम विवाद नहीं, राम समाधान है. പിറന്നത് പുതിയ യുഗമാണെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് അവകാശപ്പെട്ടു. വിഭാഗങ്ങൾക്കുപരി രാജ്യത്തിനാകെ സന്തോഷം പുതിയ രാമക്ഷേത്രം പകരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. 4000-ഓളം സന്യാസി വര്യന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അംബാനി, PT ഉഷ, അനിൽ കുംബ്ലെ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നും സ്പർശിക്കാതെയാണ് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തത്. എന്നാൽ പരോക്ഷമായി നടത്തിയ പ്രസ്താവനകൾ 2024 രാഷ്ട്രീയ അജണ്ട എന്താണെന്നത് വ്യക്തമാക്കുന്നതായി. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24.
അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവത്കരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ബദൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ശോഭായാത്ര നടത്തി. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർവമത റാലി സംഘടിപ്പിച്ചു. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനത്തോടെയാണ് പ്രതിപക്ഷ കക്ഷികൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചത്. രാമനെയോ രാമക്ഷേത്രത്തെയോ എതിർക്കുന്നില്ലെന്ന് ആവർത്തിച്ച പാർട്ടികൾ നിലപാട് വ്യക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആം ആദ്മിയുടെ ശോഭയാത്രയ്ക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകി. ഐക്യസന്ദേശം മുൻനിർത്തിയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർവമത റാലി നടത്തുന്നത്. കാളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വിവിധ മതവിഭാഗത്തിലെ പുരോഹിതർ പങ്കെടുത്തു. മഹാരാഷ്ട്ര നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഉദ്ധവ് താക്കറെയുടെ പ്രാർത്ഥനയും മഹാ ആരതിയും നടന്നു. CPIM-ഉം CPI-യും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മതത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്കുവഴികളാണ് സംഘപരിവാർ തേടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല. ഒരു മതത്തിന്റെ മാത്രം ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷതയോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. As those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectional diversities. രാമൻ സഹിഷ്ണുതയെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദി ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളിയെന്നും വിമർശനം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ലെന്നും കുറുക്കുവഴികൾ മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് NIT-യിൽ അയോധ്യ വിരുദ്ധ പോസ്റ്ററിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് NSS ആസ്ഥാനത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുലിന് നോ എൻട്രി. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂവെന്ന് പോലീസ് അറിയിച്ചതോടെ നേതാക്കൾ പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഏറെ അകലെ വെച്ച് തന്നെ അസം പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് 3 മണിക്ക് ശേഷമേ സന്ദർശനാനുമതി നൽകൂ എന്ന് അധികൃതർ അറിയിച്ചതായി പോലീസ് വിശദീകരിച്ചു. സ്ഥലം MP-യായ ഗൗരവ് ഗൊഗോയ്ക്ക് മാത്രം പ്രവേശനം അനുവദിക്കാമെന്ന് പോലീസ്. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. എന്ത് തെറ്റിന്റെ പേരിലാണ് തന്നെ തടഞ്ഞതെന്ന് രാഹുൽ ചോദിച്ചു. രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുലിനെ തടഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അവർ മാത്രം പൂജ നടത്തിയാൽ മതി, അവർ മാത്രം ദേവനെ തൊഴുതാൽ മതി. ഇത് ദൈവത്തിന്റെ മൊത്തം കുത്തവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ദർശനം നടത്തി പ്രസാദവുമായി എത്തിയതോടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ യാത്രയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ തീരുമാനിച്ചു. ജോരാബത്ത് അതിർത്തി വഴി ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. നാളെ അസമിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. 24 ഡൽഹി. കേരളത്തിൽ ജീവിതം വിജയിക്കില്ലെന്ന തോന്നൽ യുവാക്കൾക്കുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെയായിരുന്നു പരാമർശം.
രക്ഷപ്പെടാൻ എവിടെയെങ്കിലും പോകണമെന്ന തോന്നലാണ് യുവാക്കൾക്കെന്നും അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നാൽ വിദേശത്ത് പോയവർ കോവിഡ് സമയത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഇതിനേക്കാളും എല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടോളി. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, കേരളത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് എന്ന രീതിയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ വിമർശനമുണ്ടായതെന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നു. മാർ റാഫേൽ തട്ടലിനെയൊക്കെ ഈ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നു പരിപാടി? അനുജ, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് തിരുവനന്തപുരത്തിന്റെ ആദരം നൽകുന്ന തിരുവനന്തപുരത്തേക്ക് സ്വീകരണം നൽകുന്ന ഒരു പരിപാടിയാണ്. അത് സഭ തന്നെ സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഈ സ്വാഗതം പറഞ്ഞ പുരോഹിതനും അതുപോലെ ഇത്തരത്തിൽ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പും നടത്തിയ പരാമർശങ്ങൾക്കാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞതെന്നുള്ളതാണ് പ്രധാനം. ഇതിൽ സ്വാഗതം പറഞ്ഞത് ഫാദർ തോമസ് തറയിലാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനാണ്. അദ്ദേഹം ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ പ്രതിപാദിച്ചാണ് അദ്ദേഹം സ്വാഗതം പറഞ്ഞത്. അതിൽ സന്തോഷിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് അദ്ദേഹം ആശംസ നേർന്നു. മതേതര രാജ്യമായി ഇന്ത്യയിൽ ആത്മീയ കേന്ദ്രമായി മാത്രം നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബിഷപ്പ്, അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വേദിയിലിരുത്തി പറഞ്ഞത് ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് ഇവിടുത്തെ യുവാക്കൾക്ക് എന്നാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും പോകണമെന്ന തോന്നൽ അവർക്കുണ്ട്. ഇത് സീറോ മലബാർ സഭയുടെ മാത്രം പ്രശ്നമല്ല, യുവജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം, അത് സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടി പറയവേ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തുടങ്ങിയിരിക്കുകയാണ്. നാടിന്റെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തും ഒക്കെ ക്രിസ്ത്യൻ മിഷണറികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഗ്രഹാം സ്റ്റെയിനും കുടുംബവും കൊല്ലപ്പെട്ട ഈ ദിവസം മറന്നുകൂടാ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി യുവാക്കൾ പുറത്തേക്ക് പോകുന്നു എന്നതിന് മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾ വളരുന്നത് തന്നെ ലോകത്തെ മനസ്സിലാക്കിയാണ്. ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന വിഷയം പഠിക്കണം എന്നൊക്കെ കുട്ടികൾ തന്നെ തീരുമാനിക്കുകയാണ്. അത്തരത്തിലുള്ള കുട്ടികളുടെ ആ സമ്മർദ്ദത്തിന് മാതാപിതാക്കൾ വഴങ്ങേണ്ടി വരുന്നു. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ എങ്ങനെ ഇവിടെ നിലനിർത്താം എന്നാണ് സർക്കാർ നോക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രങ്ങളാകണമെന്നും ഇപ്പോൾ കേരളം മികവിന്റെ പാതയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്യം കണ്ടെന്ന് വരില്ലെങ്കിലും അല്പസമയം എടുത്താണെങ്കിൽ മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോവിഡ് സമയത്ത് സാഹചര്യം കൂടി അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ വിമർശനത്തിനാണ് അതേ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കരുവന്നൂർ കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഈ പണം നഷ്ടമാകുമ്പോൾ സംഘങ്ങളിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതാണ് സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു.
തുടർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ച മഹാരാജാസ് കോളേജിൽ കർശന നിയന്ത്രണത്തിന് നിർദ്ദേശം. വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ തുടരാനാകില്ല. പ്രിൻസിപ്പലിന്റെ പ്രത്യേക അനുമതിയുള്ളവർക്ക് 6 മണിക്ക് ശേഷം ക്യാമ്പസിൽ തുടരാൻ കഴിയും. സെക്യൂരിറ്റി സംവിധാനവും വിദ്യാർത്ഥികൾക്ക് ഐഡന്റിറ്റി കാർഡും കർശനമാക്കും. PTA ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. സമാധാന അന്തരീക്ഷത്തിൽ ക്യാമ്പസ് തുറക്കാൻ നാളെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. നിയമസഭയിൽ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭായോഗം അംഗീകരിച്ച കരട് പ്രസംഗത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ടെങ്കിലും ഗവർണർക്കെതിരെ പരാമർശങ്ങളില്ലെന്നാണ് സൂചന. നയപ്രഖ്യാപനത്തിലെ ഏതെങ്കിലും ഭാഗം ഗവർണർ നിയമസഭയിൽ വായിക്കാതെ വിടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് അതൃപ്തി. മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന പ്രസ്താവനയാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് തലവേദനയായത്. KSRTC വാർഷിക റിപ്പോർട്ടിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ ഇലക്ട്രിക് ബസ് വഴി 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന കണക്ക് ഇന്നലെ പുറത്തുവന്നു. അതിനിടെയാണ് ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. CMD ബിജു പ്രഭാകർ സിഡ്നിയിൽ പോയതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കർ മന്ത്രിക്ക് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. തനിക്ക് കിട്ടും മുൻപേ മാധ്യമങ്ങൾ കണക്ക് വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. പിന്നാലെ വിശദീകരണവും തേടി. വിഷയത്തിൽ CPM ഇടപെട്ടതിനു ശേഷം മന്ത്രി പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമേ മന്ത്രി ഇനി പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. 24 തിരുവനന്തപുരം. പാലക്കാട്ട് VK ശ്രീകണ്ഠന് വേണ്ടി ചുവരെഴുത്ത്. VK ശ്രീകണ്ഠനെ വിജയിപ്പിക്കുക എന്ന തലക്കെട്ടിലുള്ള ചുവരെഴുത്ത് ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ശ്രീകണ്ഠന് വേണ്ടി പ്രചാരണം തുടങ്ങിയത്. പേരിനൊപ്പം കൈപ്പത്തി ചിഹ്നവും ചേർത്താണ് ചുവരെഴുത്തുള്ളത്. എന്നാൽ തന്റെ അറിവോടെയല്ല ചുവരെഴുത്തെന്ന് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, TN പ്രതാപന് ശേഷം ഇപ്പോൾ VK ശ്രീകണ്ഠന് വേണ്ടിയുള്ള ചുവരെഴുത്ത്, അതും അദ്ദേഹം തള്ളുകയാണ് തന്റെ അറിവോടെയല്ല എന്ന്. വിവരങ്ങൾ എന്താണ്? VK ശ്രീകണ്ഠന് വേണ്ടിയുള്ള ചുവരെഴുത്താണ് ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനിയിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ TN പ്രതാപനും തൃശൂരിൽ തന്നെ സുരേഷ് ഗോപിക്കും വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ നമ്മൾ കണ്ടിരുന്നു. TN പ്രതാപന്റെ ചുവരെഴുത്ത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ KPCC കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ എഴുതരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി നൽകിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK ശ്രീകണ്ഠനെ വിജയിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ചിഹ്നമൊക്കെയുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാലക്കാട് DCC അധ്യക്ഷൻ പാലക്കാട് VK ശ്രീകണ്ഠൻ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് നേരത്തെ 24നോട് സ്ഥിരീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്നിരിക്കെ പോലും ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ചുവരെഴുത്ത് എന്നുള്ളത് പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും മണ്ഡലം കമ്മിറ്റിയെ വിലക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ചുവരെഴുത്ത് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് ഉച്ച കഴിഞ്ഞാണ് അത് എഴുതി തുടങ്ങിയത്. ഈ വൈകുന്നേരം ഇത് വാർത്തയായതിന് പിന്നാലെയും ഈ ചുവരെഴുത്ത് അവിടെ തന്നെ ഉണ്ട്. എന്തായാലും VK ശ്രീകണ്ഠന് വേണ്ടിയുള്ള ചുവരെഴുത്ത് അത് പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. സംഭവം ചേകാടി 2ാം കാടിന് സമീപം. ഇടുക്കി BL റാമിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ യുവാവിന് പരുക്ക്. കോതമംഗലത്ത് ആദിവാസി യുവാവിന് നേരെ കാട്ടാന ആക്രമണം. വയനാട് വള്ളിയൂർക്കാവിന് സമീപം വീണ്ടും കരടി ഇറങ്ങി. തൃശൂർ കൊരട്ടിയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവിന്റെ ആത്മഹത്യ. മരിച്ചത് കൊഴുപ്പള്ളി സ്വദേശികളായ ബിനുവും ഭാര്യ ഷീജയും. ഷീജയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ 2 മക്കൾക്ക് പരുക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലോറി ഇടിച്ച 6 വയസ്സുകാരന് ദാരുണാന്ത്യം. ആലപ്പുഴയിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വ്യാഴാഴ്ച പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം ശിക്ഷാവിധി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇത് 4ാം തവണയാണ് ഡോക്ടർ തോമസ് ഐസക് ED നോട്ടീസ് അവഗണിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ട് INTUC ആലപ്പുഴയിൽ പരിഗണിക്കണമെന്നാണ് ആവശ്യം. തൊഴിലാളികളുടെ വോട്ട് ലഭിച്ചാലേ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂവെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ പരിഗണന നൽകുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കാണെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. പ്രൈം ടൈം ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.